പൊള്ളുന്ന ചൂടിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് തീപിടുത്തം. കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ റോഡിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ തീ പടരുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഈ തീപിടുത്തം എവിടെ ഉണ്ടായാലും ഓടിയെത്തുന്നവരാണ് കേരളത്തിലെ അഗ്നിരക്ഷാസേന. ചൂട് കൂടിയതോടെ തീപിടുത്തവും കൂടി. ഇതോടെ തിരക്കിട്ട ഓട്ടത്തിലാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ. കഴിഞ്ഞ 48 ദിവസങ്ങൾക്കിടയിൽ ചെറുതും വലുതുമായി തിരുവനന്തപുരത്തുണ്ടായത് 400ഓളം തീപിടുത്തങ്ങളാണ്. വേനൽക്കാലത്തെ തീപിടുത്തം ഒഴിവാക്കാൻ ഫയർഫോഴ്സ് ചില ജാഗ്രതാ മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഫയർഫോഴ്സ് സംഘത്തിനൊപ്പം ചേരുന്നു സുനിഷ യെല്ലൂർ. കടുത്ത ചൂടിലും തണൽ തേടി പോകുന്നവരാണല്ലേ നമ്മൾ. പക്ഷേ പൊള്ളുന്ന വെയിലിലും കനത്ത ചൂടിലും എവിടെ തീപിടുത്തം ഉണ്ടായാലും അവിടെ ഒരു സമയത്തിൻ്റെ മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ പോയി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് കേരളത്തിൽ. അഗ്നിസുരക്ഷാ സേനാംഗങ്ങൾ അവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. തിരുവനന്തപുരത്തെ ഫയർഫോഴ്സ് അംഗങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മളൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ പറയുന്നത് പോലെ സാധ്യമായത് എന്തും കൊടുത്ത് ഒരു ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ കത്തുന്ന ചൂടാണ്, വെയിലാണ്, പലയിടത്തും തീപിടുത്തം ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയാണ് സാർ, നിരന്തരം കോളുകൾ വരികയാണോ ഇങ്ങോട്ടേക്ക്? നിരന്തരം വേനൽക്കാലത്തോടനുബന്ധിച്ച്, അതായത് 2025 ശേഷം ഏകദേശം ഇപ്പോൾ 55 ദിവസത്തോളമാകുന്നു, 53 ദിവസത്തോളമാകുന്നു. 200ഓളം കോളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കോളുകളെന്ന് ഉദ്ദേശിക്കുന്നത് വിളികളാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഏറിയ ഭാഗവും തീപിടുത്തമാണ്. തീപിടുത്തത്തിൽ തന്നെ തീവ്രത കൂടിയതും കുറഞ്ഞതുമൊക്കെ ഉണ്ട്. കാരണം ആളുകൾ വളരെ ബോധപൂർവമായിട്ട് ചപ്പ് ചവറുകൾക്ക് തീയിട്ടിട്ട് 101 വിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഏതൊരു തീപിടുത്തത്തെയും നിസ്സാരമായി തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. കാരണം നിസ്സാരം പുല്ല് കത്തി തീപിടുത്തമുണ്ടായിട്ട് തന്നെ വളരെയധികം 2-3 ജീവനെടുത്ത ഇൻസിഡൻറ്റുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫയർ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ചെറുത് വലുത് എന്നുള്ളൊരു വ്യത്യാസമില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു 5 മിനിറ്റ് ഇവിടെ നിന്നാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും, ഒരു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കോളുകൾ വരും. നമ്മളവിടെ പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അറിയാൻ പറ്റുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ചെറിയ തീപിടുത്തമായിരിക്കാം. പക്ഷേ ഇതിനേക്കാളും വലിയൊരു തീപിടുത്തം വേറെ ഒരിടത്തും ഉണ്ടാവാം. അത് ചിലപ്പോൾ ഒരു കടയ്ക്കായിരിക്കാം, സ്ഥാപനത്തിനായിരിക്കാം, വീടുകൾക്കായിരിക്കാം. ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്നതാണ്. ഈ അടിക്കാടുകൾ കത്തിച്ച് കളയുക. ഈ വേനൽക്കാലത്താകുമ്പോഴേ അടിക്കാടുകൾ കത്തിക്കുമ്പോഴേക്കും പണി, സാർ പറഞ്ഞതുപോലെ പണിയിലൊക്കെ ആൾക്കാരെ, തൊഴിലാളികളുടെ ഇത് നോക്കാൻ വേണ്ടി ഇവർ കത്തിക്കുന്നു. അപ്പം അത് മരങ്ങളിലും അടുത്തുള്ള വീടുകളിലും പിടിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. ചില സമയത്ത് ഉള്ളിലായിരിക്കും. നമ്മൾക്ക് ഇതിനകത്ത് 20-25 ഓസ് ഉണ്ടെങ്കിൽ അപ്പോൾ എത്താൻ പറ്റാത്ത, വാഹനങ്ങൾ എത്തിപ്പറ്റാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെ ഫയർ ബീറ്റൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വേനൽക്കാലത്ത് നമ്മുടെ ഈ ചില ആളുകൾ, അതായത് ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത ആളുകൾ സിഗരറ്റ് കത്തിച്ചതിന് ശേഷം സിഗരറ്റ് കുറ്റികൾ കെടുത്താതെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആളിപ്പടരാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ വീട്ടമ്മമാർ രാത്രികാലങ്ങളിൽ അടുപ്പ് കെടുത്താതെ പോകുന്ന സംഭവം, അതായത് അടുപ്പ് പൂർണ്ണമായിട്ടും കെടുത്താതെ അതിൻ്റെ പാചകം എന്ന് പറയുന്നു, പാചകത്തിൽ വിറകൊക്കെ അടുക്കി വെച്ചിട്ട് പോകുന്ന കുറേ വിഷയങ്ങളുണ്ട്. നമ്മുടെ ഒരു സാമാന്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജനങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് അലസമായി തീ കൊണ്ട് കൈകാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളത്. അത് പാചകപ്പുരയിലാകട്ടെ, പറമ്പുകളിലാകട്ടെ, ഇത് നമ്മൾ അഥവാ എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ ചപ്പ് ചവറുകൾ കത്തിച്ച് കളയുക എന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അടുത്ത് തന്നെ 1-2 ബക്കറ്റ് വെള്ളം കരുതി വെച്ചിരിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. ചെറിയ അശ്രദ്ധ മതി ഈ ചൂടുകാലത്ത് ഏറ്റവും വലിയ തീപിടുത്തം ഉണ്ടാകാൻ കാരണമാകുന്നത് എന്നതാണ്. അതുകൊണ്ട് അതിൽ കൃത്യമായി ശ്രദ്ധ പാലിക്കുക എന്നതാണ് ഫയർഫോഴ്സിനും ഈ വിഷയത്തിൽ പറയാനുള്ളത്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഈ ചൂടിനെ നേരിടുക എന്നതാണ് നമുക്കും പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് റിജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.